നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണപ്പാളി, ഇതേ തുടർന്നുള്ള ദുരൂഹത അത് ഇനിയും അഴിയാതെ നിൽക്കുകയാണ്. ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടർന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു. ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യം. അത് മുൻ ദേവസ്വം പ്രസിഡന്റിനടക്കം. നാളെ ഇക്കാര്യം സഭയിൽ കാര്യമായി ഉന്നയിക്കും പ്രതിപക്ഷം. ഇക്കാര്യം ഉറപ്പാണ്. ശബരിമല അങ്ങനെ എത്തരത്തിൽ ഒരു വിവാദ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് രാഷ്ട്രപതി കേരളത്തിലേക്ക് എത്തുന്നത് ശബരിമല ദർശനത്തിനായി. ഈ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. സ്വാഗതം. ആദ്യം തലക്കെട്ട്. രാഷ്ട്രപതി ശബരിമലയിലേക്ക് 22-ന് ദ്രൗപദി മുർമു സന്നിധാനത്തെത്തും. 3 ദിവസം കേരളത്തിൽ തുടരും. കഫ് സിറപ്പ് മരണങ്ങളിൽ നിലപാട് കടുപ്പിച്ച കേന്ദ്ര സർക്കാർ. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കും. സംസ്ഥാനങ്ങളിൽ പരിശോധന കർശനമാക്കും. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കഫ് സിറപ്പ് വിൽക്കരുതെന്ന ഡ്രഗ് കൺട്രോളറുടെ ഉത്തരവ്. ദുരൂഹത നീങ്ങാതെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. വിഷയം നിയമസഭയിൽ എത്തിക്കാൻ പ്രതിപക്ഷ നീക്കം. സ്പോൺസർ ഉണ്ണികൃഷ്ണനെ വീണ്ടും ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. സത്യസന്ധമായിട്ട് അന്വേഷണം നടക്കട്ടെ എന്ന് എ പത്മകുമാർ. കുമ്പള സ്കൂളിലെ മൈം വിവാദത്തിൽ നടപടി. ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തും. മുടങ്ങിയ മൈം നാളെ അവതരിപ്പിക്കും. നിർത്തിവെച്ച കലോത്സവവും നാളെ പുനരാരംഭിക്കും. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയെ പ്രഖ്യാപിച്ചു. പ്രകാശ് രാജ് ചെയർമാൻ. അവാർഡിന് എത്തിയിരിക്കുന്നത് 128 ചിത്രങ്ങൾ. സ്ക്രീനിംഗ് നാളെ മുതൽ. ഗാസ സമാധാന കരാറിൽ ചർച്ച കെയ്റോയിൽ. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നു. പ്രധാന ചർച്ച ബന്ദിമോചനം സംബന്ധിച്ച്. ഹമാസിന് ട്രംപ് നൽകിയ സമയപരിധി ഉടൻ അവസാനിക്കും. ഗസയിൽ ആക്രമണം തുടർന്ന ഇസ്രായേൽ. ഏകദിന ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാകിസ്ഥാന് 248 റൺസ് വിജയലക്ഷ്യം. 3 വിക്കറ്റുകൾ നഷ്ടം. ഹർലിൻ ഡിയോൾ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഹസ്തദാനത്തിന് തയ്യാറാകാതെ ഇന്ത്യ പാക് ക്യാപ്റ്റന്മാർ. റഫറി ടോസ് തെറ്റായി വിധിച്ചതിലും വിവാദം. ന്യൂസ് 10 വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിനെത്തുകയാണ്. ഈ മാസം 22-ാം തീയതിയാണ് ശബരിമല സന്ദർശനം. 24 വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്തൊക്കെയാണ് സന്ദർശനത്തിലെ പ്രധാന അജണ്ട? അതിൽ ശബരിമല ദർശനത്തിനപ്പുറത്തേക്കുള്ള മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രപതി ശബരിമല ദർശനത്തിനെത്തുന്നത്. ഈ മാസം 22-നാണ് ദ്രൗപദി മുർമു ദർശനം നടത്തുക. 24 വരെ കേരളത്തിൽ തുടരും. 16-ന് ശബരിമല നട തുറക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അവിടുത്തെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കത്തി നിൽക്കുമ്പോഴാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 2 തവണ സന്ദർശനത്തിന് തീരുമാനിച്ചിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചിരുന്നു. 2ാം തവണ മാറ്റിയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആ തവണത്തെ യാത്ര മാറ്റിവെച്ചത്. അങ്ങനെ 2 തവണ മാറ്റിവെച്ച യാത്രയാണ് ഇപ്പോൾ വീണ്ടും തീരുമാനിച്ച് 22-ന് എത്തുന്നത്. നമുക്കറിയാം, ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. നട തുറക്കുന്ന സമയത്ത് തന്നെ ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. നാളെ നിയമസഭയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ചൊവ്വാഴ്ചയാകട്ടെ BJP ക്ലബ് ഹൗസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനമെന്ന പ്രത്യേകത കൂടിയുണ്ടല്ലോ. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുന്നത്. ആ സന്ദർശനത്തോടുകൂടി ഒരു പ്രാധാന്യത്തിലേക്ക് എത്തുകയുമാണ്. ദുരൂഹത അവസാനിക്കുന്നില്ല. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായി 2ാം ദിവസവും ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. വിഷയത്തിൽ സർക്കാരിനെതിരെ നീക്കം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കും. തുടർച്ചയായ 2ാം ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തു. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വൈകാതെ കോടതിയിൽ കൊടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതിന്റെ ഭാഗമായി കൂടിയാണ് തുടർച്ചയായ
രണ്ടാം ദിവസത്തെയും ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചും അയാളുടെ അയാളുടെ മറ്റു ഡീലിങ്സ് ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പ്രധാനമായും വിജിലൻസ് ഇന്ന് ചോദിച്ചറിഞ്ഞത്. ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട്. തിരുവനന്തപുരത്തടക്കം പല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഇയാൾ നടത്തിയിട്ടുണ്ട്. അതിനുള്ള വരുമാന സ്രോതസ് എന്ത് എന്നാണ് പ്രധാനമായും ഇയാളിൽ നിന്ന് വിജിലൻസ് വിവരം ശേഖരിച്ചത്. മണ്ണന്തല പോലീസ് സ്റ്റേഷന് കീഴിൽ ഇയാൾ പ്രതിയായ ഒരു കേസുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും പൂജയ്ക്ക് വച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ സാമ്പത്തികമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി. തൻ്റെ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് പല സ്പോൺസർഷിപ്പും നടത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതിൽ സാമ്പത്തികമായ ഒരു നേട്ടവും താൻ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ വിജിലൻസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. നേരത്തെ ഹൈക്കോടതിയും ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് വരുമാനത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇൻകം ടാക്സ് രേഖകൾ അടക്കം ഹൈക്കോടതിയിൽ ഇയാൾ സമർപ്പിച്ചിരുന്നു. വിജിലൻസും അക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം ഇന്ന് നടക്കേണ്ടത് വിജയ് മല്യ നൽകിയെന്ന് പറയുന്ന സ്വർണം, വിജയ് മല്യ സ്വർണം പൂശിയ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലും മറ്റ് ശ്രീകോവിലിലെ വാതിലിലുമൊക്കെ പിന്നീട് സ്വർണ്ണമില്ലാതായെങ്കിൽ ഏതായാലും ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ 2019 കൈമാറുമ്പോൾ അത് ചെമ്പായിരുന്നു എന്ന് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ വിജയ് മല്യ പൂശിയ സ്വർണം പിന്നീട് ചെമ്പായി മാറിയത്? അതിലാർക്കൊക്കെ പങ്കുണ്ടെന്ന കാര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സംശയങ്ങൾ, ദുരൂഹതകൾ ഉയരുന്നത്. ദേവസ്വം ബോർഡ് കൂടി മറുപടി പറയേണ്ട വിഷയമായി ഇത് മാറുന്നത് ഇപ്പോൾ ഹൈക്കോടതി പരിഗണന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു പെട്ടെന്നൊരു അന്വേഷണം പ്രഖ്യാപിക്കില്ല. പക്ഷേ ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് അധികം വൈകാതെ കോടതിയിൽ കൊടുക്കുകയും കോടതി നിർദ്ദേശം പറയുന്ന ഏത് തരത്തിലുള്ള അന്വേഷണം സർക്കാർ തയ്യാറാവുകയും ചെയ്യും. കാരണം വലിയൊരു രാഷ്ട്രീയ വിവാദമായി അടക്കം മാറുന്നുണ്ട്. സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറുമോ എന്ന ആശങ്ക സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് ശബരിമലയിലെ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിന് കൂടി സർക്കാർ തയ്യാറെടുക്കുന്നതായാണ് സൂചന. നാളെ നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ ശക്തമായി ഉന്നയിക്കാൻ ആലോചിക്കുന്നുമുണ്ട്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ 2019 നവീകരണത്തിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളിയാകാമെന്നും പത്മകുമാർ പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട് താൻ മോശം കാര്യമൊന്നും ചെയ്തിട്ടില്ല. താൻ ചുമതലക്കാരനായിരിക്കവേ ശബരിമലയിൽ നിന്നും ഒരു തരി പൊന്നു പോലും പോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്നും മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും പത്മകുമാർ പറഞ്ഞു. അതിനിടയ്ക്കാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് അന്വേഷണം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ആരെയൊക്കെയാണോ ചോദ്യം ചെയ്യേണ്ടത് അവരെയൊക്കെ ചോദ്യം ചെയ്യട്ടെ. ചോദ്യം ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം വെളിയിൽ വരണം. എന്തായാലും ഒരു കാര്യം ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കഴഞ്ചു പോലും എന്തെങ്കിലും ഒരു മോശത്തരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് കൊണ്ടുവന്നിരുന്നുവെന്ന സ്പോൺസർ അജികുമാറിന്റെ ഭാര്യ സുമംഗല. ശബരിമലയിലേക്ക് അജികുമാർ 2 മണി സ്പോൺസർ ചെയ്തിരുന്നുവെന്നും അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയത്തിലായതെന്നും സുമംഗല ന്യൂസ് 18 പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മൂവാറ്റുപുഴയിൽ പൂജയ്ക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വെളിപ്പെടുത്തലുമായി സ്പോൺസർ അജികുമാറിന്റെ ഭാര്യ സുമംഗല രംഗത്തെത്തിയത്. സ്വർണ്ണപ്പാളി അജികുമാറിന്റെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂജിച്ചിരുന്നുവെന്നും പിന്നീട് അവിടുന്ന് പള്ളിക്കത്തോട് ഇളമ്പള്ളിക്ക് കൊണ്ടുപോയെന്നും സുമംഗല വ്യക്തമാക്കി. സ്വർണ്ണപ്പാളികളും ദ്വാരപാലകരും കൊണ്ടുപോകുന്ന സമയത്ത് അജി കൂടെ പോയിട്ടുണ്ട്. അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല സാമ്പത്തികമായിട്ട്. അതേസമയം ശബരിമലയിലേക്ക് അജികുമാർ 2 മണി സ്പോൺസർ ചെയ്തിരുന്നു. ഈ മണി സ്പോൺസർ ചെയ്യാൻ ആളെ തിരയുന്ന സാഹചര്യത്തിലാണ് അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയത്തിലാകുന്നത്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്നും സുമംഗല പറഞ്ഞു. ശബരിമലയിൽ 2 മണി കൊടുക്കാനായിട്ട് ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഉണ്ണിത്തിരുമേനി അന്വേഷിക്കുന്ന സമയത്ത് ആരോ അജിയായിട്ട് പരിചയമാക്കി കൊടുത്തു. അജിയെ അങ്ങനെയാണ് ഉണ്ണിത്തിരുമേനിയായിട്ട് അജിക്ക് പരിചയം. അങ്ങനെയാണ് നമ്മൾ ശബരിമലയിൽ 2 മണി കൊടുക്കുന്നത്. അതേസമയം കോവിഡ് ബാധയെ തുടർന്നാണ് അജികുമാർ മരിച്ചതെന്നും അജിക്ക് കോവിഡ് ബാധിച്ചപ്പോൾ ആശുപത്രിയിൽ ബെഡ് അറേഞ്ച് ചെയ്തു തന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നുവെന്നും ഭാര്യ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ രാജി ആവശ്യപ്പെട്ട് ആലപ്പുഴ NSS തലവടി ശ്രീദേവി വിലാസം കരയോഗത്തിൽ പ്രമേയം. NSSനെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഏകപക്ഷീയമായ ഇടതുപക്ഷത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയെന്നാണ് വിമർശനം. NSSന്റെ നിയമാവലിയെ മറികടന്ന
ജനറൽ സെക്രട്ടറി എടുത്ത തീരുമാനത്തിൽ കരയോഗത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും പ്രമേയത്തിലുണ്ട്. ഭരണസമിതി അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം NSS കുട്ടനാട് താലൂക്ക് യൂണിയന് നൽകി. വിഷമരുന്നിൽ കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കഫ് സിറപ്പ് കമ്പനികൾക്കെതിരെ കർശന നടപടിക്ക് കേന്ദ്ര സർക്കാർ. ഇവരുടെ ലൈസൻസ് റദ്ദാക്കും. സംസ്ഥാനങ്ങൾ പരിശോധന കർശനമാക്കണമെന്ന് നിർദ്ദേശം നൽകി. തമിഴ്നാട്ടിലെ കാഞ്ചീവരത്ത് കഫ് സിറപ്പ് നിർമ്മാണ യൂണിറ്റിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിന്റെ പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യവ്യാപക പരിശോധനയ്ക്കുള്ള നിർദ്ദേശം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ വിളിച്ച യോഗത്തിലാണ് ഈ തീരുമാനം. വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുത്തു. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു യോഗം. 18 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കോൾഡ്രിഫ് കഫ് സിറപ്പ് നിർദ്ദേശിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി മരുന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നടപടി. സിറപ്പിന്റെ നിർമ്മാതാക്കളായ തമിഴ്നാട്ടിലെ ശ്രേയസൻ ഫാർമസ്യൂട്ടിക്കലിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഇതിനിടെ കഫ് സിറപ്പിന്റെ വിൽപ്പന കേരള, മധ്യപ്രദേശ് സർക്കാരുകൾ നിരോധിച്ചു. തെലങ്കാന സർക്കാരും സിറപ്പ് ഉപയോഗിക്കുന്നതിന് അടിയന്തരമായി നിർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായി ആകെ 18 കുട്ടികളാണ് കോൾഡ്രിഫ് കഫ് സിറപ്പ് കുടിച്ച് മരിച്ചത്. മരുന്ന് കുടിച്ചവരുടെ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാകുന്നതാണ് മരണകാരണം. ഇനിയും നിരവധി പേരാണ് ഇരു സംസ്ഥാനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്നത്. നിയമവിരുദ്ധമായി മരുന്ന് നിർദ്ദേശിച്ച മധ്യപ്രദേശിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിന്ദ്വാഡ പരാസിയയിൽ ഒരു ക്ലിനിക്ക് നടത്തി വരികയായിരുന്നു ഇയാൾ. മുഖ്യമന്ത്രി മോഹൻ യാദവ് മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇതിനിടെ കോൾഡ്രിഫ് കഫ് സിറപ്പിന്റെ വിൽപ്പന കേരള, മധ്യപ്രദേശ് സർക്കാരുകൾ നിരോധിച്ചു. രാജസ്ഥാനും ഈ മരുന്ന് നിരോധിച്ച് ഉത്തരവിറക്കിയിരുന്നു. തെലങ്കാന സർക്കാർ സിറപ്പ് ഉപയോഗിക്കുന്നത് അടിയന്തരമായി നിർത്തണമെന്ന് നിർദ്ദേശിച്ചു. ഗുജറാത്ത് സർക്കാർ മരുന്നിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അറിയിച്ചു. കേരളത്തിൽ ഈ മരുന്ന് എത്തിച്ചിരുന്നുവെങ്കിലും ഒന്നും വിറ്റുപോയിട്ടില്ല എന്നാണ് വിവരം. സിറപ്പിന്റെ നിർമ്മാതാക്കളായ തമിഴ്നാട്ടിലെ ശ്രേയസൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ ഓഫീസിൽ തമിഴ്നാട് സർക്കാർ റെയ്ഡ് സംഘടിപ്പിച്ചു. കോൾഡ്രിഫ് കഫ് സിറപ്പിൽ ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ചെന്നൈയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മരുന്നിൽ 48.6% ഡൈത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ടെന്നാണ് വിവരം. മധ്യപ്രദേശ് കേസ് കൂടുതൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇവർ ഉടൻ തമിഴ്നാട്ടിലേക്ക് തിരിക്കും. 6 സംസ്ഥാനങ്ങളിലായി മരുന്ന് നിർമ്മാണം നടത്തുന്ന 19 ഇടങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വരികയാണ്. ചുമ മരുന്നുകൾ കർശനമായി നിയന്ത്രിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന വാദവുമായി KGMOA. അന്വേഷണ റിപ്പോർട്ട് വരും മുൻപാണ് എല്ലാം ശരിയായിരുന്നുവെന്ന സംഘടനാ നിലപാട്. വീട്ടുകാരുടെ വാദങ്ങളും ഡോക്ടർമാർ തള്ളുകയാണ്. കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള മുറിവ് ഉണ്ടായിരുന്നില്ല എന്നും ഡോക്ടർമാർ വിശദീകരിച്ചു. ഒരു ദിവസം തന്നെ ഇതിനെ കണക്കാക്കുമ്പോൾ ഒരു 30ഓളം മൈനർ പ്രൊസീജിയറുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലത്തിന്റെ ഉള്ളിൽ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന, ഇപ്പൊ നമ്മള് എല്ലാ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്. അത് പ്ലാസ്റ്റർ ഇട്ടതിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. സ്ലാബ് എന്ന് പറയും, ഒരു ഭാഗം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതാവാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ മുറിവ് വെറും ഒരു ഒരഞ്ഞ നിലത്ത് വീണാലുണ്ടാകുന്ന ഒരഞ്ഞ മുറിവാണ്. അതിന് കെയറും കൊടുത്തിട്ടുണ്ട്. 1000 നാവുള്ളമായി. കുമ്പള സ്കൂളിലെ മൈം വിവാദത്തിൽ നടപടി. അധ്യാപകൻ കട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം നാളെ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് മൈം അവതരിപ്പിക്കുക. ആരോപണ വിധേയരായ 2 അധ്യാപകരെയും മാറ്റി നിർത്തും. നിർത്തിവെച്ച കലോത്സവം രാവിലെ മുതൽ ആരംഭിക്കാനും തീരുമാനമായി. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയെ നിയമിച്ച് സംസ്ഥാന സർക്കാർ. നടനും സംവിധായകനും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായിട്ടുള്ള പ്രകാശ് രാജാണ് ജൂറി ചെയർമാൻ. സംവിധായകരായിട്ടുള്ള രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ് എന്നിവർ പ്രാഥമിക വിധി നിർണയ സമിതിയിലെ 2 സബ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺമാരായിരിക്കും. ഇരുവരും അന്തിമ വിധി നിർണയ സമിതിയിലെ അംഗങ്ങളുമായിരിക്കും.
വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. വയലാർ രാമവർമ്മയുടെ ചരമദിനമായിട്ടുള്ള ഒക്ടോബർ 27-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരസ്കാരം നൽകും. ഗസയിൽ മധ്യസ്ഥ ചർച്ച. ഗസ സമാധാന കരാറിൽ ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ചകൾ ആരംഭിച്ചു. ഈജിപ്ഷ്യൻ മധ്യസ്ഥർക്കൊപ്പം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കരാറിന്റെ ആദ്യഘട്ടമായിട്ടുള്ള ബന്ദിമോചനം ഏതു തരത്തിൽ നടത്തണമെന്നുള്ള കാര്യത്തിലാണ് പ്രധാന ചർച്ച. കരാർ പൂർണ്ണമായി അംഗീകരിക്കാൻ ഹമാസിന് ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയം ആ പരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കെയ്റോയിൽ ഈ കൂടിക്കാഴ്ച. ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്കാണ് കെയ്റോയിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജരേദ് കുഷ്ണർ എന്നിവരാണ് ചർച്ചയിൽ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത്. ഈജിപ്ഷ്യൻ മധ്യസ്ഥരും ഹമാസ്, ഇസ്രായേൽ പ്രതിനിധികളും ഇന്നും നാളെയുമായി ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ ആലോചിക്കും. ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബന്ദിമോചനം ദിവസങ്ങൾക്കുള്ളിൽ നടന്നേക്കുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. കരാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഹമാസിന്റെ നിരായുധീകരണം ഉറപ്പാക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇന്ത്യൻ സമയം നാളെ വെളുപ്പിന് 3:30 മുമ്പ് കരാർ പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ ഒരു ദയയും ഇനി ഉണ്ടാകില്ലെന്നാണ് ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. കരാർ പ്രകാരം ആദ്യഘട്ടം ബന്ദിമോചനവും 2ാം ഘട്ടം ഹമാസിന്റെ നിരായുധീകരണവുമാണ്. ഈ 2 ഘട്ടങ്ങളും കഴിഞ്ഞാൽ ട്രംപും നെതന്യാഹുവും ഗാസയെ വീണ്ടും ആക്രമിക്കുമോ എന്നതാണ് ഹമാസിന്റെ ആശങ്ക. അതേസമയം കരാറിന്റെ ഓരോ ഘട്ടത്തിലും പതിയെ ഗാസയിൽ നിന്ന് IDF പിന്മാറുമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഹമാസ് കരാർ അംഗീകരിച്ചാൽ അടുത്ത നിമിഷം മുതൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ സമാധാന കരാർ നടപ്പായാലും ഗാസയിൽ നിന്ന് സൈനികരെ പൂർണ്ണമായി നീക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ലെന്നാണ് വിവരം. ഇതിനിടെ ഇസ്രായേലിലെ ആക്രമണങ്ങൾ നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും നെതന്യാഹു മുഖവിലക്കെടുക്കുന്നില്ല. ഇന്നലെ ഹ്യൂമാനിറ്റേറിയൻ മേഖലയിലടക്കം നടന്ന ആക്രമണത്തിൽ 70 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കരൂർ ദുരന്തത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഔദ്യോഗികമായി കേസ് അന്വേഷണം ആരംഭിച്ചു. അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയോടുകൂടി കരൂരിലെത്തി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഏറ്റുവാങ്ങി. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ TVK നേതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത്. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും ഹൈക്കോടതി കേട്ടില്ല എന്നാണ് ആരോപണം. വിജയുടെ വാഹനം തട്ടി ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കാരവൻ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വേലായുധം പാളയം പോലീസാണ് അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് കേസെടുത്തത്. പശ്ചിമ ബംഗാളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ഡാർജിലിംഗിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് 17 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുള്ളതായിട്ടാണ് വിവരം. പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. പ്രദേശത്തേക്കുള്ള NH-10 ഉൾപ്പെടെയുള്ള വിവിധ റോഡുകൾ തകർന്നു. മിറിക്, കുർസിയോങ് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് പാലവും തകർന്നു വീണു. ഡാർജിലിംഗ്, ജൽപൈഗുരി, കലിംപോങ്, കുച്ച് ബെഹാർ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിക്കിമിലെ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ടാണ്. കൊച്ചിയിൽ കേസ് അന്വേഷണത്തിനായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം. പോലീസുകാരെ മർദ്ദിച്ച മട്ടാഞ്ചേരി സ്വദേശികളായ അൻസിൽ ഷാ, ഷിനാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇരുവരും മയക്കുമരുന്ന് വിൽപ്പന ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളാണ്. മറ്റൊരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടെത്തിയ ഡാൻസ് ഓഫ് സംഘം 3 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സംഘത്തിൽ അംഗങ്ങളായിട്ട് 3 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവർ ആക്രമിച്ചത്. നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസിന്റെ വൻ ലഹരി വേട്ട. 6 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഫാഷൻ ഡിസൈനറാണ് പിടിയിലായത്. ബാങ്കോക്കിൽ നിന്നെത്തിയ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജലീൽ ജസ്മാലാണ് പിടിയിലായത്. ബാഗിൽ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ചാണ് കഞ്ചാവ് കടത്തിയത്. ബാങ്കോക്കിൽ നിന്ന് കഞ്ചാവ് സിംഗപ്പൂരിൽ എത്തിച്ച ശേഷമാണ് കേരളത്തിലേക്ക് കടത്തിയത്. ലഹരിക്കടത്തിന് കൂലി 1 ലക്ഷം രൂപയും ഫ്ലൈറ്റ് ടിക്കറ്റും എന്നാണ് ഇയാൾ കസ്റ്റംസിനോട് പറഞ്ഞത്. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിപ്പോൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 100 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസും പിടിച്ചെടുത്തത്. ഇനി തിരുവനന്തപുരത്ത് കോവളത്ത് 200 ഗ്രാം MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. ശ്രീകാര്യം സ്വദേശികളാണ് പിടിയിലായത്. ഇവരുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തു.
കോഴിക്കോട് നഗരത്തിൽ ഹൈലൈറ്റ് മാളിന് സമീപം ഓടിക്കൊണ്ടിരിക്കെ ഇലക്ട്രിക് കാറിന് തീപിടിച്ചു. ഹൈദരാബാദ് സ്വദേശികളായിട്ടുള്ള 4 അംഗ കുടുംബം സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത്. ആർക്കും പരിക്കില്ല. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് സംഭവം. അഗ്നിശമന സേനയെത്തി തീയണച്ചപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഹൈദരാബാദ് സ്വദേശികൾ കാറ് കോഴിക്കോട് നിന്ന് വാടകയ്ക്കെടുത്തതായിരുന്നു. പുകയും മണവും വന്നതിനെ തുടർന്ന് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. തുടർന്ന് കാറിൽ നിന്ന് തീ ഉയരുകയും പിന്നീട് ആളിക്കത്തുകയും ചെയ്തു. ഓടുന്ന കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. കാറിന്റെ ഡോറിലിരുന്നായിരുന്നു യാത്ര. അഞ്ചൽ പുനലൂർ റൂട്ടിലായിരുന്നു സംഭവം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറിലായിരുന്നു ഈ തരത്തിലുള്ള സാഹസിക യാത്ര. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കരിന്തളം കുമ്പളപ്പള്ളിയിൽ വയോധികനെ അയൽവാസി തലക്കടിച്ചു കൊന്നു. കണ്ണനാണ് മരിച്ചത്. വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. അയൽവാസിയായിട്ടുള്ള ശ്രീധരനാണ് വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, എന്താണ് സംഭവം? എന്തോ കുമ്പളപ്പള്ളി ചിറ്റമൂല ഉന്നതിയിലെ കെ കണ്ണനെയാണ് ഇത്തരത്തിൽ അയൽവാസിയും ബന്ധുവുമായ കെ ശ്രീധരൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. 7 മണിയോടെയാണ് ഈ സംഭവം. അതായത് ഈ കണ്ണന്റെ വീട്ടിലേക്ക് എത്തിയ ശ്രീധരൻ വടികൊണ്ടാണ് ഈ തലക്ക് ഇയാളെ അടിച്ചത്. പിന്നീട് ഈ തലയുടെ പിൻഭാഗത്ത് ഇയാളെ അടിയേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഏതായാലും കാഞ്ഞങ്ങാട് DYSP കെ സുനിൽകുമാർ, അതുപോലെ തന്നെ നീലേശ്വരം ഇൻസ്പെക്ടർ നിബിൻ ജോയ് എന്നിവർ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായാണ് പറയുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. രാവിലെ മുതൽ തന്നെ ഈ ശ്രീധരൻ എന്ന് പറയുന്നയാൾ ഒരു വടിയുമായി ഈ പ്രദേശത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു വർഷം മുൻപ് ഇയാൾ ഈ പൊറാട്ട വേണമെന്ന് ആവശ്യപ്പെട്ട് ഇതേ സ്ഥലത്ത് കരിന്തളത്തൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇയാളൊരു പൊതു ശല്യക്കാരനാണ് ഈ പ്രദേശത്താണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഏതായാലും ശ്രീധരനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളിപ്പോൾ നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തോ KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. സംസ്ഥാന നേതൃത്വം ബഹിഷ്കരിച്ച വികസന സദസ്സിൽ മുസ്ലിം ലീഗ് നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസുകാരിയായിട്ടുള്ള വൈസ് പ്രസിഡന്റും പങ്കെടുത്തതിൽ UDF-ൽ അമർഷം. മലപ്പുറം ജില്ലയിലെ ആദ്യ വികസന സദസ്സിലാണ് തിരൂർ മംഗലം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള CP കുഞ്ഞുട്ടിയും വൈസ് പ്രസിഡന്റ് K പാത്തുക്കുട്ടിയും സ്ഥിരം സമിതി അധ്യക്ഷന്മാരും പങ്കെടുത്തത്. പാത്തുക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മംഗലം മണ്ഡലം കമ്മിറ്റി DCCക്ക് പരാതി നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. വികസന സദസ്സ് ബഹിഷ്കരിക്കുമെന്ന UDF-ന്റെ ആഹ്വാനം തള്ളി കഴിഞ്ഞ ദിവസമാണ് തിരൂർ മംഗലം പഞ്ചായത്ത് വികസന സദസ്സിൽ പങ്കാളിയായത്. സംഭവത്തെക്കുറിച്ച് ലീഗുകാരനായ പ്രസിഡന്റിന് പറയാനുള്ളത് ഇപ്രകാരമാണ്. നടന്നത് വികസന സദസ്സല്ല, മറിച്ച് പഞ്ചായത്തിൻ്റെ 25ാം വാർഷികാഘോഷമാണ്. ഞങ്ങൾ സർക്കാരിൻ്റെ വികസന സദസ്സ് ഒരു ചടങ്ങായിട്ട് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഞങ്ങൾ 25 വർഷം പൂർത്തീകരിക്കുന്ന മുറയ്ക്കുള്ള സിൽവർ ജൂബിലി ആഘോഷമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF-വുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നേതാക്കന്മാർ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ കുത്തി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി വേറെ രൂപത്തിലായിരിക്കും. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ജില്ലയിൽ നിന്ന് UDF-ൽ നിന്ന് ഉയരുന്നത്. പിന്നെ UDF-നകത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, അതുകൂടാതെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. അതേപോലെ തന്നെ മറ്റ് വിവിധ തരത്തിലുള്ള ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാരുമായി ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളും. UDF-ന്റെ മംഗലം ബ്ലോക്ക് കമ്മിറ്റി ഇതിൽ പങ്കെടുത്ത കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റിന് കത്തയച്ചു. എന്നാൽ ഇതിൽ വിവാദമായതോടെ എല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നായിരുന്നു UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ പ്രതികരണം. നേരത്തെ തന്നെ UDF വികസന സദസ്സിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത്. കാരണം ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന അഭിപ്രായമാണ് ലീഗിനുള്ളത്. പക്ഷേ ഈ സാഹചര്യങ്ങൾ മാറിയതോടെ ഇനി കോൺഗ്രസിൻ്റെ ആഹ്വാനം തള്ളി ലീഗ് ഇതിൽ പങ്കെടുക്കുന്നതോടെ എന്ത് നിലപാടാകും ജില്ലയിലെ UDF നേതൃത്വം എടുക്കുക എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ലീഗ് ഈ സാഹചര്യങ്ങളെ മാറ്റുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. പക്ഷേ ലീഗിനെ ഒരു പ്രതിസന്ധിയിലാക്കാതെ അല്ലെങ്കിൽ ലീഗുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതെ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണും എന്ന ചോദ്യമാണ് കോൺഗ്രസിന് മുൻപിൽ ഉയരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മുൻപെല്ലാം തന്നെ മുന്നണി ബന്ധമില്ലാതെ പലയിടത്തും മത്സരിച്ച് വിവാദമായ സാഹചര്യങ്ങൾ ഉണ്ടായൊരു സാഹചര്യം കൂടി മലപ്പുറം ജില്ലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തന്നെയാണ് UDF-ന്റെ നേതൃത്വം ശ്രമിക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
ഇനി ഏഷ്യ കപ്പിലെ ഹസ്തദാന വിവാഹത്തിനിടെ വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുകയാണ്. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 247 റൺസാണ് എടുത്തത്. 248 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ 3 വിക്കറ്റിൽ നഷ്ടമായിട്ടുണ്ട്. 79 റൺസിന് 3 വിക്കറ്റ് എന്ന മട്ടിലാണ് പാകിസ്ഥാൻ നിലവിൽ ബാറ്റ് ചെയ്യുന്നത്. മത്സരത്തിൽ ഇരു ടീമിൻ്റെ ക്യാപ്റ്റന്മാർ ടോസിൻ്റെ സമയത്ത് ഹസ്തദാനത്തിന് തയ്യാറായില്ല. മാത്രമല്ല മത്സരത്തിനിടയിൽ പ്രാണിശല്യത്തെ തുടർന്ന് അല്പനേരം മത്സരം തടസ്സപ്പെടുകയും ചെയ്തു. ഹർലിൻ ഡിയോൾ 46 റൺസ് എടുത്ത് ഇന്ത്യ ടോപ്പ് സ്കോററായി. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,945, പവന് 87,560. 18 ക്യാരറ്റ് ഗ്രാമിന് 9,060, പവന് 72,480. വെള്ളി ഗ്രാമിന് 160 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ന്യൂസ് 10 പൂർണ്ണമാവുകയാണ്. ഇനി നാം മുന്നോട്ട്.